ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്താ പരിപാടി എന്ന് ചെറുങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞായറാഴ്ച പതിവ് പോലെ നമ്മുടെ ജനറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞായറാഴ്ച നമുക്ക് വർക്കില്ലാത്ത ദിവസമാണ്. വർക്കില്ല മീൻസ് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. കൺവെയറിൻ്റെ ഈ ബെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഗ്രീസൊക്കെ ഒന്ന് അടിക്കാൻ പറയുക. ഉള്ള പ്ലാന്റിൽ സഫായി ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ഞായറാഴ്ചത്തെ പണി വരുന്നത്. ഇതെന്തിനെങ്ങനെ ആക്കണം എന്നാ? എന്തിനെങ്ങനെ കളയണ്? ഇതാണ് നമ്മുടെ മിക്സറിന്റെ 2 മോട്ടർ. 55 കിലോ വാട്ടിന്റെ 2 മോട്ടർ വരുന്നത്. ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ഗ്രീസ് പമ്പ്. മിക്സറിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ ബെയറിങ്ങിൽ ഗ്രീസ് പോകാൻ വേണ്ടിയിട്ട്. പിന്നൊക്കെ വരുന്ന അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെയാണ്. ഇത് മിക്സറിൻ്റെ ഗിയർ ബോക്സ്. അതുപോലെ ഇത് 3 മീറ്ററിൻ്റെ മിക്സറാണ് വരുന്നത്. ഇത് എമർജൻസി, എന്തെങ്കിലും സിറ്റുവേഷൻ എമർജൻസി വരുമ്പോൾ എന്തൊക്കെ അതിൻ്റെ സേഫ്റ്റി സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മുകളിൽ പിന്നെ ഡിസ്ചാർജിൻ്റെ പൈപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് മുകളിൽ എന്താണെന്ന് കാണിച്ചു തരാം. സ്കിപ്പ് ബക്കറ്റ്, അഗ്രിഗേറ്റ് അവിടെ നിന്ന് വരും, സ്കിപ്പിൽ കൊട്ടും. സ്കിപ്പ് നേരെ നമുക്ക് മോട്ടറിൽ
30 കിലോ വാട്ടിൻ്റെ മോട്ടറാണ് മുകളിലുള്ളത്. ആ മോട്ടർ വെച്ചിട്ട് കറക്കി നേരെ മിക്സറിൻ്റെ ഉള്ളിലേക്ക് ആക്കും. അങ്ങനെ പിന്നത് വാട്ടറിൻ്റെ ഡിസ്ചാർജ് മോട്ടർ, പിന്നെ അതിൻ്റെ കൺട്രോളിൻ്റെ ആക്ച്വേറ്റർ കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ പ്രത്യേകിച്ച് പിന്നത് അതിൻ്റെ കൺട്രോൾ ബോക്സാണ്. ന്യൂമാറ്റിക് കൺട്രോൾ ബോക്സ്, എയർ സ്റ്റോറേജ് സിലിണ്ടർ, ഇത് ലോഡ് സെല്ല്. സിമെൻറ്റിന് ടോട്ടൽ 4 ലോഡ് സെല്ലാണ് വരുന്നത്. അതേപോലെ കെമിക്കൽ ഡിസ്പെൻസറിന് ഒരു ലോഡ് സെല്ല്. ഇതിൻ്റെ ഡിസ്ചാർജ് മോട്ടർ. പിന്നെ നമുക്ക് പിന്നുള്ളത് ഒരു ഐസ് വെയറാണ്. 1000 കിലോൻ്റെ ഐസ് വെയർ. അത് 1000 kg. അത് ഓപ്പണും ക്ലോസും ജാക്ക് വെച്ചിട്ട് ഓപ്പൺ ആക്കണം. ഡിസ്ചാർജ്. പിന്നെ അതിൽ വരുന്നത് 2 ലോഡ് സെല്ല്. വരുന്നത് ബട്ടർഫ്ലൈ വാൾവും അതിൻ്റെ ആക്ച്വേറ്ററും, അതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ സെൻസറും. അത് സിമെൻറ്റ് ഡിസ്ചാർജിൻ്റെ. അപ്പോൾ നമുക്ക് ഡെയിലി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. സൺഡേയിൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് ഞായറാഴ്ച ചെയ്യാനുള്ളത്. ഇത് 3 സൈലോയെ വരുന്നത്. 3-4 സൈലോ. ചെറുത് മൈക്രോ സിലിക്ക. അത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ബാക്കി താഴത്ത് പോയി കാണിച്ചുതരാം. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് കൺവെയറിൻ്റെ സൈഡാണ്. കൺവെയർ ബെൽറ്റിൻ്റെ സൈഡാണ് വരുന്നത്. ഇത് ബക്കറ്റ്, സ്കിപ്പ് റോപ്പ് ബക്കറ്റ്. ഇത് കൺവെയർ. ഇതിലിപ്പോൾ നമ്മൾ 5 പിന്നാണ്. അതിലിപ്പോൾ 4 പിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 6 ലോഡ് സെല്ലാണ് വരുന്നത്. 6 ലോഡ് സെല്ല് വെച്ചിട്ട് 3 ലോഡ് സെല്ല് ഈ സൈഡിലും 3 അപ്പുറത്തെ സൈഡും അങ്ങനെ വരുന്നത്. ഇത് വരുന്നത് സേഫ്റ്റിക്കുള്ള റോപ്പാണ്. എന്തെങ്കിലും ഇഷ്യൂ ആയി ഉണ്ടെങ്കിൽ അതിൽ തട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഓട്ടോമാറ്റിക് റോപ്പ് നിൽക്കും. പിന്നെ 2 റോളറ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു സെൻസർ. ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. ഈ സെൻസർ, പിന്നെ ഈ മോട്ടർ, ഒരു ഗിയർ ബോക്സ് കാട്ടിത്തരാം. ഗിയർ ബോക്സ്, ഇത് മോട്ടർ, ഗിയർ ബോക്സ്. അങ്ങനെ ഇതിൽ ഓരോ പിന്നും അങ്ങനെ 6 പിന്നുണ്ട്. 6 ഒരെണ്ണത്തിന് 2 ജാക്ക് അങ്ങനെ വെച്ചിട്ട് 2 ഡോർ വെച്ചിട്ട് 6 12 പിന്നുണ്ട്. ഇതതിൻ്റെ കൺട്രോൾ ബോക്സ്, ന്യൂമാറ്റിക് കൺട്രോൾ ബോക്സ്. എയർ കൂടുതൽ ഇതിൽ എയർ വെച്ചിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ആയിരുന്നു. കംപ്രസർ വെച്ചിട്ട്
പിന്നെ അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജാക്ക് അതിൻ്റെ സെൻസർ അങ്ങനെയുള്ളതൊക്കെ. ഇതതിൻ്റെ ലോഡ് സെല്ല്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാന്റിൻ്റെ മെയിൻ ഇതിൻ്റെ കംപ്രസറാണ് വരുന്നത്. കംപ്രസർ വെച്ചിട്ടാണ് എല്ലാം നടക്കുന്നത്, എയർ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ കംപ്രസർ വരുന്നത്. ഇത് 10 HP ഇവിടെ മോട്ടറാണ് വരുന്നത്. പിന്നെ അതേപോലെ ഒരു കംപ്രസറിങ് ചെയ്യണ ഇത്. പിന്നെ അതിൻ്റെ കോണ്ടാക്ടർ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ഫാൻ റൂമിൽ നിന്ന് വരുന്നത്. ഇത് പ്ലാന്റിലേക്കുള്ള ചിൽഡ് വാട്ടറിൻ്റെ പമ്പ്, 2 പമ്പ്. ഒരെണ്ണം ഓൺ ടൈം യൂസിങ്ങും, ഒരെണ്ണം യൂസിങ്ങും ഒരെണ്ണം സ്പെയറും അതിൻ്റെ പാനൽ. അപ്പോൾ ഇതൊക്കെ ഡെയിലി റുട്ടീനായി ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടിയും. പിന്നെ സൺഡേയിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ആ മെയിൻ്റനൻസിൻ്റെ പണി ഒക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. ഇത് ഗ്രീസ് പമ്പ്, പ്ലാന്റിലേക്കുള്ള ഗ്രീസ് അടിക്കാനും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ റൂം വരുന്നത്. കൺട്രോൾ റൂമിൽ ഇത് പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള പാനലാണിത്. പാനല് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മെയിൻ ബ്രേക്കർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ബ്രേക്കറുകൾ വരുന്നുണ്ട് ഒരേ മോട്ടറിൻ്റെ. സിമെന്റ്, അതേപോലെ മിക്സറിന്റെ ബ്രേക്കർ, ഫീഡ്, ഡിസ്ചാർജ്, അങ്ങനെ. അപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കണ്ടായി. അതിനു വേണ്ടി നമ്മൾ ലോഗ് ഔട്ട് ആൻഡ് ടാഗ് ഔട്ടിൽ ചെയ്ത് ബന്ധാക്കിയതാണ് ബ്രേക്കർ. അപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് നമ്മൾ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പിന്നെ അതിൽ ഒരു രണ്ട് VFD വരുന്നുണ്ട്. ഒരെണ്ണം സിമെൻറ്റിൻ്റെ സ്ക്രൂവിൻ്റെയും ഒരെണ്ണം കൺവെയറിൻ്റെയും. VFD മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഈ മോട്ടറിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനാണ്. അതിൻ്റെ സ്പീഡ് കൺട്രോളർ, ഫ്രീക്വൻസി കൺട്രോളർ, പിന്നെ അതേപോലെ ഇതൊക്കെയാണ് VFDയുടെ പ്രത്യേകതകൾ വരുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ ഈ മോട്ടറിൻ്റെ ലൈഫ് ഇൻക്രീസ് ആക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ളത് ഓരോ കോണ്ടാക്ടറുകൾ, സ്റ്റാർ ഡെൽറ്റ കോണ്ടാക്ടർ, മെയിൻ കോണ്ടാക്ടർ, അങ്ങനെ ഓരോ കോണ്ടാക്ടറുകൾ അതൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ CT, കറണ്ട് ട്രാൻസ്ഫോമർ. പിന്നെ അതിൽ വരുന്നത് ഒരു ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇതിൽ നമ്മൾ 230 വോൾട്ടേജ് നമ്മൾ DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. 24 വോൾട്ട് DC അല്ല, AC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. 230 വോൾട്ട് AC, 24 DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതേപോലെ നമുക്ക് ഒരു റെക്ടിഫയർ വരുന്നുണ്ട്. റെക്ടിഫയർ മെയിനായി യൂസ് ചെയ്യുന്നത് AC-നെ DC ആക്കാനാണ്. ഇതിൻ്റെ കൺട്രോൾ മൊത്തം നമ്മൾ DC-യിലാണ് യൂസ് ചെയ്യുന്നത്. ഈ റിലേ, കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജ് ഒക്കെ DC-യിലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്സ് ഇതിൻ്റെ PLC ആണ്. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, PLC-യുടെ ഇൻപുട്ട് സെൻസേഴ്സും ഔട്ട്പുട്ട് മോട്ടർ അങ്ങനെയുള്ള ഡിവൈസിക്കാണ്. അത് നമ്മൾ PLC സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരു റിസീവർ, അങ്ങനെ. ഇതൊന്ന് കമാൻഡ്, നമ്മൾ ഇതിൻ്റെ കമാൻഡാണ് നമ്മൾ ഇതിലേക്കൊക്കെ കൊടുക്കുക. ഇതിലേക്ക് കമ്പ്യൂട്ടറിലേക്ക്, സോഫ്റ്റ്വെയർ. പിന്നെ അത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് പാനലിൽ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഡ്രോയിങ് വരുന്നുണ്ട്.
നമ്മൾ ഇതിൻ്റെ ഡ്രോയിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ട് നമ്മൾ ഡ്രോയിങ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇതാണ് ഇതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ. ട്രബിൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോയിങ് നോക്കിയിട്ടാണ് പെട്ടെന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ആംപിയർ മീറ്ററാണ്, മിക്സറിൻ്റെ മോട്ടറിൻ്റെ ആംപിയർ അറിയാം. ഇതാണ് ഇതിൻ്റെ HMI വരുന്നത്, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് HMI. ഇത് നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് HMI. പിന്നുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ്. സ്കാഡ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോളിങ് വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇതിൽ ലോഗൗട്ട് ആൻഡ് ടാഗ് ഔട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മോട്ടറൊക്കെ വന്നാക്കിണ്ടായി. അപ്പോൾ അതിൻ്റെ അലാറാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ മാനുവൽ മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇന്ന് മിക്സറിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിണ്ടായി ഹെൽപ്പർമാർ. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നത്, സ്കാഡ. നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ലോഗിൻ ചെയ്യാം. പരിപാടി കഴിഞ്ഞ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് പ്ലാന്റ് ക്ലീൻ ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ കൺട്രോളിൻ്റെ തീർന്നു, ഓട്ടോമാറ്റിക്. കുറച്ച് മിക്സറിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്യാം. നേരെ മാനുവൽ മോഡിൽ ക്ലീൻ ചെയ്യാം. മിക്സർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ മാനുവലാണ് ചെയ്യാം. ഇതിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് ഓട്ടോയിലിട്ടുള്ളൂ.
जब ये सर्विस के लिए आया, हाँ बाजी, सर्विस के लिए आया, कौन सा वो दूसरे सर्विस रहता है ना। जनरेटर? हाँ, इसका सर्विस हुआ है ना, उसका रहता है। तो कौन रफी का है? हाँ ठीक है, अभी बंद करेगा। हाँ, मैं भेज दूँ। बाजी वो बाहर भी लगा सकते हैं? तो शाम को लगाएगा, अभी तो मैं जा रहा हूँ। आप नहीं गए अभी तक? नहीं नहीं नहीं, आ रहा गाड़ी आ रही थी। ठीक है ठीक है, ओके। മാനുവലി നമ്മൾ എന്തെങ്കിലും ഡിസ്ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സറിന്റെ ഗേറ്റ് ക്ലോസ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് സാധനം അടിച്ചാലും ഡിസ്ചാർജ് ആവുള്ളൂ. അതേപോലെ ഗേറ്റ് ക്ലോസ് ആയാൽ മാത്രമാണ് ബക്കറ്റ്, സ്കിപ്പ് ബക്കറ്റ് അതിൽ കൊട്ടുള്ളൂ മിക്സറിക്ക്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ മെയിൻ്റനൻസ് പരിപാടി, പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്യാം. हाँ रफीक भाई, ऐसा है। ठीक है। ये अभी कुछ काम नहीं है ना? नहीं, अभी बंद करेगा। बंद करो। वो क्या बोला, आया था कल आदमी? हाँ वो बोलो, वो उसका डिस्प्ले खराब है। डिस्प्ले नहीं खराब है, वो ऐसा बोल के गए, वो पूरा चेक किया, बाद में वो डिस्प्ले खराब है तो नहीं दिखा था ना टोटली। उसका वही पॉइंट खराब है बोल रहे हैं। हाँ? वही पॉइंट है ना, वो उसका आउटपुट जा रहे ना सेंसर का, हाँ, वही वो वायर का। मैं डे वन से क्या बोल रहा है, मैं ये हाँ, इसका वायरिंग का electrical। इशू है बोल के। उसमें अलार्म पूरा शॉर्ट दिखाते हैं। वायरिंग का या तो वो सेंसर जो चेंज किया वही मेरे को वही दो ही डॉट था, हाँ या तो वायरिंग का है या तो वो है बोल के। ये क्योंकि ऑयल प्रेशर का है ना, इतना मसला नहीं बनता सडनली। वो तो जनरेटर चला सकता है बोला ना वो। नहीं वो कुछ नहीं बोला, वो इब्राहिम सर को बात करेगा बोल के गया। उसको कल मैं बताया इब्राहिम को पूरा डिटेल, हाँ ऐसा हम लोग किया, ऐसा ऐसा है, ये मसला है, ये बात है। फिर वो आदमी को भेजता हूँ उसके क्या वीडियो, क्या इसका वीडियो बनोगे? नहीं, वो थोड़ा वो देखने के लिए बस। वो अभी मुस्तफा में ज़्यादा काम है, आदमी लोग बिजी है, नहीं है। कोई टाइम मैन और वो हेल्पर है ना, हाँ काफी टाइम मैन को बोला है, वो हेल्पर बोले पंजाबी, हाँ, तो समीर बोला है, सब आदमी लेके वो सेफ्टी का मैं बताएगा। सेफ्टी को बताओ, मैं टाइम मैन को बोला है, वो खाना घर आएगा बोला। ठीक है, एक और आदमी दे दो, जल्दी खत्म करेगा। अभी वो दोनों का है, छोटा का भी है। छोटा का नहीं लेके आएगा, ठीक है, पहले बड़े, यही बढ़ेगा, पहले ज़्यादा ही है ना। हाँ आईफोन लिया, हाँ मैं पहले लिया था। അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി വരുന്നത്. ആ अभी बंद नहीं कर सकता है, अभी वो मीज़ान में आदमी आया,
അപ്പം ഇന്നത്തെ പരിപാടി അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ജനറേറ്റർ സർവീസിന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് മൊത്തം ഇന്ന് ഷട്ട് ഡൗൺ ആണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.